ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ലാബ് ക്ലൗഡ് റൺ ഫംഗ്ഷൻസ് ക്വിക്ക് സ്റ്റാർട്ട് കമാൻഡ് ലൈൻ. ഇതിനായിട്ട് ആദ്യം തന്നെ സ്റ്റാർട്ട് ലാബ് കൊടുക്കുക, സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ. ഓപ്പൺ ക്ലൗഡ് കൺസോൾ കൊടുക്കുക, ഹിറ്റ് ചെയ്യുക. ശേഷം ക്ലൗഡ് ഷെൽ ഒന്ന് ഹിറ്റ് ചെയ്യുക. ആദ്യം ടാസ്ക് 1ലേക്ക് പോവുക. അവിടെയുള്ള കമാൻഡ് കോപ്പി ചെയ്ത് വെച്ചേക്കുക, അതായത് റീജിയൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ക്ലൗഡ് ഷെൽ ഒന്നിക്കേറ്റ് ആയി. അതിനുശേഷം ഫസ്റ്റ് കമാൻഡ് കോപ്പി ചെയ്യുക, ശേഷം സെക്കൻഡ് കമാൻഡ് കോപ്പി ചെയ്യുക, അതിനുശേഷം തേർഡ് കമാൻഡ് കോപ്പി ചെയ്യുക. എന്നിട്ട് ആ കാണുന്ന കോഡ് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം കൺട്രോൾ എക്സ്, അതിനുശേഷം എക്സ് ഓർണ വരും, എസ് കൊടുക്കുക, നേരെ എൻ്റർ അടിക്കുക, അപ്പോൾ എക്സിറ്റ് ആവും. ഓക്കെ, ദെൻ പാക്കേജ് JSON ഫയലിലും ഇതിന് ചെയ്യണം. അതിന് നമ്മൾ നാനോ ടൈപ്പ് ചെയ്യുക, എന്നിട്ട് പാക്കേജ് .json എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ആ കാണുന്ന കോഡ് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ശേഷം CTRL-X, അതിനുശേഷം എസ് ഓർണ വരും, Y കൊടുക്കുക, എൻ്റർ കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്തത് npm ഇൻസ്റ്റാൾ കൊടുക്കുക. ശകലം ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അടുത്ത കോഡ് കോപ്പി ചെയ്ത് വെച്ചേക്കുക. ഇതിപ്പോൾ എക്സിക്യൂട്ട് ആയി കഴിയും. ഓക്കെ, എക്സിക്യൂട്ടായി. അടുത്തത് റൺ ചെയ്യുക. ഇപ്പോൾ വരുന്നതിന് നോ കൊടുക്കുക, N കൊടുക്കുക. റൺ ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ഇത് ഡിപ്ലോയ് ഫംഗ്ഷൻ ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ചെക്ക് മൈ പ്രോഗ്രസ് കൊടുത്താൽ മതി. ഇനി ഒരു ക്യൂസ് ഉണ്ട്, താഴോട്ട് പോയാൽ മതി. ട്രൂ കൊടുക്കുക. ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഡിപ്ലോയ് ഫംഗ്ഷൻ വരും, പ്രിപ്പയറിംഗ് ഫംഗ്ഷൻ, ഡിപ്ലോയിങ് ഫംഗ്ഷൻ. ഓക്കെ, ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ അസസ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലാബ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ശരി.